നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചിറക്കടവ്, ചേർപ്പത്ത് കവല, മുട്ടത്ത് കവല, ചെന്നാക്കുന്ന പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ രൂക്ഷശല്യം. പച്ചക്കറികളും ചെടികളും തിന്നു തീർക്കുന്നു. പൊറുതിമുട്ടി കർഷകർ. നാഗമ്പടത്ത് ഓപ്പറേഷൻ തണ്ടർ. 1.5 കിലോയിലധികം കഞ്ചാവുമായി രാജസ്ഥാൻ സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പരിശോധന ഓണത്തിന് മുൻപുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി. വെള്ളൂർ 7-ാം മൈലിൽ സ്കൂട്ടറിന് പിന്നിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ കണ്ണമ്പടത്തിൽ സോമൻ മരിച്ചു. കോട്ടയം ജില്ലയിൽ അർഹരായ എല്ലാവർക്കും ധനസഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മുൻ വർഷങ്ങളിലെ കുടിശ്ശികയും നൽകും. വാർത്തകൾ വിശദമായി. ചിറക്കടവ്, വാഴൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 6 വർഷമായി ഇവയുടെ ശല്യം തുടരുകയാണ്. ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി ചിറക്കടവ്, ചേർപ്പത്ത് കവല, മുട്ടത്ത് കവല, ചെന്നാക്കുന്ന പ്രദേശങ്ങൾ. ചിറക്കടവ്, വാഴൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളാണിവ. മഴക്കാലമായതോടെയാണ് ഒച്ചിന്റെ കടന്നുവരവ് കൂടിയത്. പറമ്പിലും മരങ്ങളിലുമെല്ലാം ഒച്ചുകൾ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ചെടികളിലും പച്ചക്കറികളിലും എന്നുവേണ്ട സകലയിടങ്ങളും ഒച്ചുകൾ കൈയടക്കി. കാർഷിക വിളകളിലേക്ക് കയറി അവയെല്ലാം തിന്ന് നശിപ്പിക്കുകയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. പകൽ സമയങ്ങളിൽ ഇവയുടെ സാന്നിധ്യം കുറവാണ്. രാത്രികാലങ്ങളിലും പുലർച്ചെയുമാണ് ഇതിന്റെ സഞ്ചാരം. വീടിന്റെ ഭിത്തികളിലും മതിലിലും കിണറിന്റെ മതിലിലുമെല്ലാം ഒച്ചുകൾ നിറഞ്ഞതോടെ വലയുകയാണ് നാട്ടുകാർ. ഉപ്പ് വിതറിയാണ് ഇവയുടെ ശല്യം അല്പമെങ്കിലും കുറയ്ക്കുന്നത്. വീണ്ടും മുട്ടയിട്ട് പെരുകുന്നവയെ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് നാട്ടുകാർ. കൃഷിയിടങ്ങളിൽ ഇവയുടെ ശല്യം കാരണം പൊറുതിമുട്ടിയെന്നും കൃഷി തന്നെ നിർത്തേണ്ട ഗതികേടിലാണ് താനെന്നും കർഷകൻ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. വർഷമായിട്ട് ഇത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ കൃഷികളും ഞാൻ സാധാരണ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും മറ്റ് കൃഷികളും ചെയ്ത് പോരുന്ന ഒരാളാണ്. എന്നാൽ എനിക്ക് മടുപ്പായിപ്പോയി. എന്നെ അതുപോലെ ഈ ഒച്ച് തോൽപ്പിച്ചു എന്ന് പറയാം. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സ് മടുത്തു. ഈ കൃഷിയോടുള്ള എൻ്റെ ആ ഭ്രമം, എൻ്റെ താല്പര്യം കേട്ടിരിക്കുകയാണ്. എന്ത് ചെയ്താലും അത് മുന്നോട്ട് പോവുകയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊച്ചിനെ പെറുക്കിയാലും നമുക്ക് കൃഷിയിൽ നിന്നൊരു ആദായം ഉണ്ടാകുകയില്ലെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഈ താല്പര്യം ഉപേക്ഷിച്ചത്. കൃഷിഭവനിലും ആരോഗ്യവകുപ്പിലും അറിയിച്ചെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നാഗമ്പടത്ത് എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ 1.5 കിലോയിലധികം കഞ്ചാവുമായി രാജസ്ഥാൻ സ്വദേശി പിടിയിലായി. ജയ്പൂരിൽ നിന്നുള്ള മക്സൂദ് ഖാനാണ് പിടിയിലായത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോട്ടയം നാഗമ്പടത്ത് എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ 1 കിലോ 650 ഗ്രാം കഞ്ചാവുമായി രാജസ്ഥാൻ ജയ്പൂർ സ്വദേശി പിടിയിൽ. രാജസ്ഥാൻ ജയ്പൂർ മക്സൂദ് ഖാനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് ഇൻസ്പെക്ടർ ദർശക് ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഓണത്തിന് മുന്നോടിയായി എക്സൈസ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിരുന്നു പരിശോധന. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ശേഷം നാഗമ്പടം ഭാഗത്തേക്ക് കാൽനടയായി വരികയായിരുന്നു മക്സൂദ് ഖാൻ. ഈ സമയത്ത് എക്സൈസ് സംഘം വാഹന പരിശോധനയും സംശയമുള്ള കാൽനട യാത്രക്കാരെ പരിശോധിക്കുകയുമായിരുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ രാത്രികാല പരിശോധനയിൽ മുഹമ്മദ് മക്സൂദ് ഖാൻ എന്ന രാജസ്ഥാൻ സ്വദേശി ജയ്പൂർ സ്വദേശിയിൽ നിന്നും 1 കിലോ 669 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ സോഴ്സിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. രാത്രികാല പരിശോധനയിൽ സംശയം തോന്നി നമ്മൾ തടഞ്ഞു നിർത്തിയ ആളിൽ നിന്ന് നമ്മൾ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. ഒരു സഞ്ചിയിൽ ഇത് കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് ഇൻസ്പെക്ടർ ദർശക് ആർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബി ആനന്ദ് രാജ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ PS ശ്യാംകുമാർ, പ്രസീദ് PP, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TA യേശുദാസ്, ദിബീഷ് KC, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയ, സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവർ വിപിൻ ജോയ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി 7-ാം മൈലിൽ സ്കൂട്ടറിന് പിന്നിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കണ്ണമ്പടത്തിൽ സോമൻ KC മരിച്ചത്. ദേശീയപാത 183-ൽ പാമ്പാടി 7-ാം മൈലിൽ സ്കൂട്ടറിന്റെ പുറകിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു.
കണ്ണമ്പടത്തിൽ സോമൻ കേസിയാണ് മരിച്ചത്. 7-ാം മൈൽ വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്ത് വെച്ച് സോമൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിറകിൽ അതിവേഗത്തിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇദ്ദേഹത്തെ സമീപത്തെ മീൻകട വരെയുള്ള ഭാഗത്തേക്ക് കാർ വലിച്ചുകൊണ്ടുപോയി. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും കടുത്ത രക്തസ്രാവമുണ്ടായി. നാട്ടുകാർ ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി. ആംബുലൻസ് വിളിച്ചു വരുത്തി ഇദ്ദേഹത്തെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കോട്ടയം ജില്ലയിൽ അർഹരായ എല്ലാവർക്കും ധനസഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് കോട്ടയത്ത് പ്രകൃതിക്ഷോഭ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കും അർഹമായ സർക്കാർ ധനസഹായം പരമാവധി വേഗത്തിൽ ലഭ്യമാക്കുമെന്നും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും തുടർ നടപടികൾ ആലോചിക്കുന്നതിനുമായി ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ 5 6 കുമരകത്തുണ്ടായത് കൂടി വരുമ്പോൾ 6 മരണം വന്നിരിക്കുകയാണ്. ആ മരണപ്പെട്ട അവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ച സഹായം പരമാവധി വേഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇന്ന് ഞങ്ങൾ യോഗത്തിലെടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ തലത്തിൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിസഭാ യോഗത്തിൻ്റെ അനുമതിയോടെ എത്രയും പെട്ടെന്ന് ആ കുടുംബങ്ങൾക്കുള്ള സഹായം കൈമാറുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നാശനഷ്ടം സംഭവിച്ചവർക്ക് പരമാവധി ആശ്വാസമാവുന്ന വിധത്തിൽ സഹായധനം കൊടുക്കുക എന്നുള്ളതാണ്. വീടുകൾ തകർന്നവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും പശുക്കൾ ഉൾപ്പെടെയുള്ള വിവിധ അങ്ങനെ കുടുംബങ്ങളുടെ ആശ്രയ കേന്ദ്രമായിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിലെല്ലാം കൃത്യമായ ഒരു അസസ്മെൻറ്റ് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇന്നത്തെ യോഗത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ പ്രളയധന സഹായം കുടിശ്ശികയുണ്ടായിരുന്നു. 2024 വരെയുള്ള കുടിശ്ശിക അടുത്തിടെ കൊടുത്തു തീർത്തിട്ടുണ്ട്. 2025 തുകയും വിതരണം ചെയ്യുന്നതിന് നടപടിയുണ്ടാകും, മന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിൽ മടങ്ങിയെത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂട്ടായി പരിശ്രമിക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം തൃപ്തികരമാണെന്ന് അദ്ദേഹം വിലയിരുത്തി. സത്യം പറഞ്ഞാൽ ഇത്ര ഒരു മിന്നൽ മഴ വന്നാൽ ഇതിനേക്കാൾ കവിഞ്ഞ കെടുതികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ കെടുതികളുടെ ആഘാതം വളരെ ലഘൂകരിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്യാമ്പുകൾ മൊത്തത്തിൽ സക്സസ്ഫുള്ളായിട്ടാണ് നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, ബഹുജന സംഘടനാ നേതാക്കന്മാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ എല്ലാവരും സംയുക്തമായി നല്ല സഹായം കൊടുത്താണ് ഈ ക്യാമ്പുകളെല്ലാം സക്സസ്ഫുൾ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ക്യാമ്പുകളൊക്കെ തൃപ്തികരമായി തീർന്നു, അല്ലെങ്കിൽ ഏറെക്കുറെ തീരാൻ തുടങ്ങുന്നു. ഇനി ഇവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ വീടുകളിലുണ്ടാകേണ്ട സൗകര്യത്തെക്കുറിച്ച് കൂടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടന്ന ചർച്ചകൾ. MLA-മാരായ റോണി കെ ബേബി, നാട്ടകം സുരേഷ്, ചാണ്ടി ഉമ്മൻ, വിനു ജോബ് കുഴിമണ്ണിൽ, കെ ബിനിമോൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ, ADM സോളി ആന്റണി, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവിൽ രാമായണ പ്രശ്നോത്തരി നടത്തി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 60 കുട്ടികൾ പങ്കെടുത്തു. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ രാമായണ പ്രശ്നോത്തരിയും രാമായണ പാരായണ മത്സരവും നടത്തി. രാമാമൃതം എന്ന പേരിൽ നടന്ന പരിപാടിയിൽ 60 കുട്ടികൾ പങ്കെടുത്തു. NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് KP മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പ്രവീൺ കുമാർ, സുരേഷ് ബാബു, വിജയകുമാർ, പ്രവീൺ G തുടങ്ങിയവർ പങ്കെടുത്തു. മീനടം ഉണ്ണികൃഷ്ണൻ, ജയകുമാർ ദാമോദരൻ, പ്രവീൺ G തുടങ്ങിയവർ പ്രശ്നോത്തരി നയിച്ചു. LP, UP, HS, HSS വിഭാഗങ്ങളിലായിട്ടായിരുന്നു പ്രശ്നോത്തരി മത്സരം. LP വിഭാഗത്തിൽ ആദിത്യൻ K അനീഷ് 1ാം സ്ഥാനവും ദേവദർശ് 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ നിരുപമ M 1ാം സ്ഥാനവും ശിവപ്രിയ രാജേഷ്, ലക്ഷ്മി S നായർ എന്നിവർ 2ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ദേവാനന്ദ് 1ാം സ്ഥാനവും പവിത്ര പ്രതീഷ് 2ാം സ്ഥാനവും നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സഞ്ജയ് 1ാം സ്ഥാനവും അഭിരാമി മോഹൻ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. രാമായണ പാരായണ മത്സരത്തിൽ UP വിഭാഗത്തിൽ അഭിനയ L നായർ 1ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ദേവനന്ദ A നായർ, ഗൗതം കൃഷ്ണ എന്നിവർ 1ാം സ്ഥാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഭിരാമി മോഹനാണ് 1ാം സമ്മാനം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിന്റെ ഗ്രാമസഭ നടന്നു. 150ഓളം ഗുണഭോക്താക്കൾ പങ്കാളികളായി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിന്റെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭ നടന്നു. 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള വിവിധ പദ്ധതികളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് വിവരം നൽകുന്നതിനായാണ് ഗ്രാമസഭ ചേർന്നത്. 150-ൽ പരം ഗുണഭോക്താക്കൾ ഗ്രാമസഭയിൽ പങ്കാളികളായി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് ചന്ദ്രൻ, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ്, അംഗങ്ങളായ ഷാലിജ സുന്ദരേശൻ, ഗോപി പാറാന്തോട്, ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അശ്രദ്ധയും ഏകോപനം ഇല്ലായ്മയുമാണ് കോട്ടയം ജില്ലയിൽ കാലവർഷക്കെടുതികൾ രൂക്ഷമാക്കിയതെന്ന് മുൻ മന്ത്രി VN വാസവൻ. ഈരാറ്റുപേട്ട ടൗണിൽ മാത്രം വെള്ളപ്പൊക്കത്തിൽ 50 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും VN വാസവൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ കോട്ടയം ജില്ല സന്ദർശിക്കാൻ തയ്യാറാകാത്തതിനെയും അദ്ദേഹം വിമർശിച്ചു. അശ്രദ്ധയും ഏകോപനം ഇല്ലായ്മയുമാണ് കോട്ടയം ജില്ലയിൽ കാലവർഷക്കെടുതികൾ രൂക്ഷമാകാൻ കാരണമെന്ന് മുൻ മന്ത്രി VN വാസവൻ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സേനയും ഒപ്പം മറ്റ് അധികൃതരും കൃത്യമായ മുൻകരുതലുകൾ പാലിച്ചില്ല. ഉരുൾപൊട്ടലുണ്ടായ ഈരാറ്റുപേട്ടയിൽ വിവിധ പഞ്ചായത്തുകളിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായി. സന്നദ്ധ സേവന പ്രവർത്തകരുടെ ഇടപെടലാണ് ഈരാറ്റുപേട്ടയിലെ മരണസംഖ്യ കുറയുവാൻ കാരണമായെന്നും VN വാസവൻ പറഞ്ഞു. ഈരാറ്റുപേട്ട ടൗണിൽ മാത്രം വെള്ളപ്പൊക്കത്തിൽ 50 കോടി രൂപയുടെ നഷ്ടമുണ്ടായതും മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിലെ വീഴ്ച കാരണമാണെന്നും അദ്ദേഹം കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ദുരന്തത്തിന് ശേഷവും ഒരു സൗകര്യങ്ങളും ഒരു സ്ഥലത്തും ഒരുക്കിയില്ല. പല ക്യാമ്പുകളിലും ഭക്ഷണം ഒരുക്കാനുള്ള വസ്തുക്കൾ എത്തിയില്ല. ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന പലർക്കും ചികിത്സാ സഹായം പോലും കിട്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രളയമുണ്ടായ ഈരാറ്റുപേട്ടയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണം. കച്ചവടക്കാർക്ക് പലിശരഹിത വായ്പ, പുനരധിവാസം തുടങ്ങിയവ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 24 പേർ മണ്ണിനടിയിൽ പോയ സംഭവമായി ബന്ധപ്പെട്ട് നിരവധി കച്ചവടക്കാർക്ക് വന്ന് നാശനഷ്ടങ്ങളുണ്ടായപ്പോൾ അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി മണിവരത്തെ കച്ചവടക്കാർ പറഞ്ഞപ്പോൾ പലിശരഹിത വായ്പ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു. അപ്പോൾ കച്ചവടക്കാർക്ക് ഒരു ഗവൺമെന്റ് സഹായവും അതോടൊപ്പം തന്നെ പലിശരഹിത വായ്പയും ഉൾപ്പെടെ കൊടുത്താൽ അവരുടെ ഉപജീവനത്തിന് മാർഗവും കച്ചവടം പുനഃസ്ഥാപിക്കാൻ കഴിയും. കൃഷിക്കാരെ സംബന്ധിച്ചുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള പന്നി ഫാം നഷ്ടപ്പെട്ടത്, പശുക്കൾ നഷ്ടപ്പെട്ടത്, മറ്റൊരുക്കൾ നഷ്ടപ്പെട്ടത്, വരുമാനമാർഗം നഷ്ടപ്പെട്ടത്, പിന്നെ റബ്ബർ, കവുങ്ങ്, മുളക് പൊടി തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള കൃഷികൾ അനുസരിച്ച് കിഴക്കൻ മേഖല ആളുകൾക്ക് നഷ്ടപരിഹാരം കിട്ടും. പടിഞ്ഞാറൻ മേഖലയിൽ 1100-ൽ പരം ഹെക്ടറിലെ നെൽകൃഷി നശിച്ചവർക്ക് യഥാർത്ഥത്തിൽ ആ നെൽകൃഷിക്കാർക്ക് ന്യായമായ നഷ്ടപരിഹാരം. മുമ്പ് നമ്മൾ കൊടുത്ത നഷ്ടപ്രതിഫലം കൊടുത്തതാണ്. വളഞ്ഞു കിടന്ന് നെല്ല് പോയപ്പോൾ ഒരിക്കൽ വേനൽ മഴ വന്നതിനെ തുടർന്ന് പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഞാൻ ഓർക്കുന്നു VSന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കോട്ടയം ആയിരുന്നു. ഞങ്ങൾ വള്ളത്തിൽ പോയാണ് മുല്ലത്ത് നഗരം ഞങ്ങൾ കൂടെ കൂടി എല്ലാം കണ്ടിട്ട് കൃഷിക്കാർക്ക് നഷ്ടപ്രതിഫലം കൊടുത്തത്. ആ രൂപത്തിലേക്ക് ഈ പടിഞ്ഞാറൻ മേഖലയിൽ കൃഷിക്കാർക്ക് ആവശ്യമായ വലിയ രൂപത്തിലുള്ള കൃഷിനഷ്ടം ഉണ്ടായവർക്ക് 1086 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. അവർക്ക് നഷ്ടപ്രതിഫലം കിട്ടാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം എന്നതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി കോട്ടയം ജില്ല സന്ദർശിക്കാൻ തയ്യാറാകാത്തതിനെയും അദ്ദേഹം വിമർശിച്ചു. പത്തനംതിട്ടയിലെ റാന്നിയിൽ വരെ എത്തിയെങ്കിലും തൊട്ടടുത്തുള്ള ഉരുൾപൊട്ടലുണ്ടായ തീക്കോയിൽ മുഖ്യമന്ത്രി എത്തിയില്ല. പ്രളയം നടന്നതിന്റെ പിറ്റേന്ന് പൂഞ്ഞാർ MLA അമേരിക്കയിലേക്ക് വിദേശയാത്രയ്ക്കായി പോയത് അനുചിതമായി പോയെന്നും വാസവൻ ചൂണ്ടിക്കാട്ടി. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് കൂടുതൽ സഹായം ഒരുക്കണമെന്നും CPM കോട്ടയം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നെതർലാൻഡിൽ നടക്കുന്ന പാരാ ഹോക്കി ലോകകപ്പ് 2026-ൽ ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പാലാ മരിയ സദനത്തിലെ വിദ്യാർത്ഥി സൂരജ് ബിജുവിനെ ഫ്രണ്ട്സ് ഓഫ് മരിയ സദനത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. നാളെ മുതൽ ഫരീദാബാദിൽ ആരംഭിക്കുന്ന അവസാനഘട്ട പരിശീലനത്തിന് ശേഷം ഈ മാസം 19-ന് ഇന്ത്യൻ ടീമിനൊപ്പം നെതർലാൻഡ്സിലേക്ക് ഇദ്ദേഹം പുറപ്പെടും. ഫാദർ ജോർജ് പഴയപ്പറമ്പിൽ യോഗത്തിൽ അധ്യക്ഷനായി. ഫാദർ ജോർജ് കാരംവേലിലും ഫാദർ ജോർജ് പഴയപ്പറമ്പിലും ചേർന്ന് സൂരജിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഹോക്കി സ്റ്റിക്കും മറ്റ് കായികോപകരണങ്ങളും സ്നേഹോപഹാരമായി നൽകുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കടവ്, ചേർപ്പത്ത് കവല, മുട്ടത്ത് കവല, ചെന്നാക്കുന്ന് പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ രൂക്ഷശല്യം. പച്ചക്കറികളും ചെടികളും തിന്നു തീർക്കുന്നു. പൊറുതിമുട്ടി കർഷകർ. നാഗമ്പടത്ത് ഓപ്പറേഷൻ തണ്ടർ. 1.5 കിലോയിലധികം കഞ്ചാവുമായി രാജസ്ഥാൻ സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പരിശോധന ഓണത്തിന് മുൻപുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി. വെള്ളൂർ 7-ാം മൈലിൽ സ്കൂട്ടറിന് പിന്നിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ കണ്ണമ്പടത്തിൽ സോമൻ മരിച്ചു. കോട്ടയം ജില്ലയിൽ അർഹരായ എല്ലാവർക്കും ധനസഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മുൻ വർഷങ്ങളിലെ കുടിശ്ശികയും നൽകും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.